ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊരു അമ്പലത്തിൽ പോകാമെന്ന് കരുതി. അതുകൊണ്ട് രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് അമ്മ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചായയും കുടിച്ച് പുറത്ത് വന്ന് നോക്കിയപ്പം 2 കോഴി അവിടെ ഇരിപ്പുണ്ട്. എന്താണെന്ന് കേട്ടപ്പോൾ നമുക്ക് കോഴി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോകാം എന്നായി. ഉച്ചത്തേക്കാവുള്ളൂ. ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വരും നോക്കി. അപ്പോഴേക്കും അടുക്കളയിൽ പോയി നോക്കി സാമ്പാർ ദോശ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ കോഴി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് കുളിച്ചെടുത്ത് അമ്പലത്തിലെത്തി. ഈ അമ്പലത്തിൻ്റെ പേര് തിരുവട്ടാർ ആദികേശവ ടെമ്പിൾ എന്നാണ് പറയുന്നത്. സ്ഥലത്തിൻ്റെ പേരാണ് തിരുവട്ടാർ. തിരുവട്ടാർ എന്ന് പേര് വരാൻ കാരണം ഇതിന് ചുറ്റി ആറാണ് ഉള്ളത്. അതുകൊണ്ടാണ് പരളിയാറ് എന്ന് പറയുന്ന ആറാണ് വട്ടമിട്ടുള്ളതെന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ തിരുവട്ടാർ എന്ന് പേര് വന്നത്. അതിൻ്റെ അടുത്ത് തന്നെ നരസിംഹമഠ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ. അവിടെയും പോയി നമ്മൾ തൊഴുതായിരുന്നു. അവിടെ നല്ല പഴക്കമുള്ള അമ്പലമാണെന്നാണ് തോന്നുന്നത്. ഓടിട്ട് കെട്ടിടമായിരുന്നു. അവിടെയും നമുക്ക് വീഡിയോ എടുക്കാനുള്ള അലൗഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് മാത്രം കാണിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം. ഇവിടെ വലിയൊരു മരമൊക്കെ നിൽപ്പുണ്ട്. പ്രകൃതി ഭംഗി ഒരുപാടുള്ള സ്ഥലമാണെന്ന് പറയാം. ഇതിന് ചുറ്റി ആറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു സൈഡ് ആറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ഇവിടെ മഴയൊക്കെ പെയ്തതുകൊണ്ടായിരിക്കും വെള്ളമൊക്കെ നല്ല കലങ്ങി വരുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വെള്ളപ്പൂക്കളൊക്കെ ഒരുപാട് തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആദികേശവൻ എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണ്. പത്മനാഭസ്വാമി ടെമ്പിൾ കണ്ടിട്ടില്ലേ, അവിടുത്തെ പോലെയാണ് ഇവിടെയും. അവിടത്തേക്കാളുള്ള പഴക്കമുണ്ട് ഇവിടുത്തെ അമ്പലത്തിന്. അവിടെ 18 അടിയാണ് നീളമുള്ളത് ഭഗവാൻ. കണ്ടോ, 6 കണ്ടോ, ഇതാണ് 6. അവിടെ ഭഗവാന് 18 അടി നീളമേ ഉള്ളൂ. ഇവിടെ 22 അടി നീളമുണ്ട് ഭഗവാൻ. പിന്നെ ഇവിടെ പടിഞ്ഞാറ് ദിശയിലാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ആദികേശവ ടെമ്പിൾ. ഇവിടെ തൂണുകളുണ്ട്, വലിയ തൂണുകളൊക്കെയാണ്, ചുറ്റിലും തൂണുകളാണ്. പിന്നെ നമുക്കിവിടെ മാത്രമേ വീഡിയോ എടുക്കാൻ കഴിയുള്ളൂ, അകത്തോട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഷർട്ടും ടീഷർട്ടൊന്നും അലൗഡല്ല. അതുകൊണ്ട് പത്മനാഭസ്വാമി ടെമ്പിളിൽ പോകില്ലേ, സെയിം അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഒരു കഥയൊക്കെ ഉണ്ട്, കേശി എന്ന അസുരനെ കുറിച്ചൊക്കെ. അതുകൊണ്ടാണ് ഈ ആറൊക്കെ ചുറ്റിലും വന്നത്. ഭൂമി ദേവി അനുഗ്രഹിച്ചാണ് ഈ സെൻറ്റർ ഭാഗം മാത്രം പൊങ്ങി ഭഗവാൻ അവിടെ ഇരിക്കുന്നത് എന്നൊക്കെയാണ് ആ കഥ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ ഇവിടെയൊക്കെ തൊഴുതിട്ട് തിരിച്ചു. പിന്നെ എല്ലാവരും ഐസ്ക്രീം ബോളിയൊക്കെ കഴിച്ച് വീട്ടിലെത്തി. ബൈ.